എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. യെസ്, അതാണ്. അപ്പൊ പുതിയൊരു ദിവസം പുതിയൊരു തുടക്കം. ഞാൻ അമ്മൂട്ടി വീണ്ടും വന്നിരിക്കുകയാണ്. അമ്മൂട്ടി പറഞ്ഞോളൂ, ഇന്ന് എന്താണ് പരിപാടി? ഇന്ന് പ്രൊഡക്റ്റ് ഹൈഡിങ് ചലഞ്ച് ആണ് ഗയ്സ്. യെസ്, ഇന്ന് കുറച്ചധികം പ്രൊഡക്റ്റ് നമ്മൾ ഹൈഡ് ചെയ്യും. അത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കണമെങ്കിൽ ഭയങ്കരമായ ടാസ്ക് ആണ്. അപ്പം ഇന്നത്തെ ടാസ്ക് നമ്മുടെ പ്രൊഡക്ട്സ് നമ്മൾ ഹൈഡ് ചെയ്തു കണ്ടുപിടിക്കുന്നു. അതാണ് ഇന്നത്തെ നമ്മുടെ ടാസ്ക്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി വന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയധികം പ്രൊഡക്ട്സുകളുണ്ട് കേട്ടോ. ഏകദേശം 1, 2, 1, 2, 3, 4, 5, 6 ഇത്രയും പ്രൊഡക്ട്സ് ആണ് ഹൈഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ഹൈഡ് ചെയ്യുന്നതിൽ എത്ര പ്രൊഡക്റ്റ് നമ്മൾ രണ്ടുപേരും ആരൊക്കെ കണ്ടുപിടിക്കുന്നു, എത്ര എണ്ണം കണ്ടുപിടിക്കുന്നു എന്നതാണ് ഇന്നത്തെ നമ്മുടെ ചാലഞ്ച്. പക്ഷെ ഇതിനകത്ത് ഏറ്റവും വലിയ ടാസ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് പുറത്തുനിന്നാണ് ചെയ്യുന്നത്. നമ്മൾ കണ്ണു പൊത്തിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ അതാണ് ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള ഒരു ടാസ്ക്. അപ്പൊ എനിവേ നമ്മൾ പ്രൊഡക്റ്റ് ഹൈഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ആദ്യം ആരാണ്? അമ്മൂട്ടി കണ്ണ് കെട്ടാൻ വേണ്ടി പോവാണേ. അപ്പൊ ഇത് എനിക്ക് കാണാലോ. ഇതില്ലേ, കാണുന്നുണ്ടോ? ശരിക്കും ഇല്ല. ഫസ്റ്റ് നമ്മള് ഫോണാണ് ഹൈഡ് ചെയ്യുന്നത്. സേഫ് ആയിട്ട് സ്ഥലത്ത് വെക്കാം. ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. സെക്കൻഡ് സ്പ്രേ ആണ് കേട്ടോ. ഹൈഡ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെയാണ് വെച്ചത്. തേർഡ് വൺ ഇതാണ്, ഇവിടെ ഹൈഡ് ചെയ്തു. ഫോർത്ത് വൺ ഇവിടെ ഹൈഡ് ചെയ്ത്. ഫിഫ്ത്ത് വൺ ഇവിടെ ഹൈഡ് ചെയ്ത്. സിക്സ്ത് വൺ ഇവിടെ ഹൈഡ് ചെയ്ത്. ഓരോ സ്ഥലത്തും ഞാൻ ഹൈഡാക്കി വെച്ചിട്ടുണ്ട് ഗയ്സ്. ഓക്കെ, 5 മിനിറ്റ് ആണ് ഞാൻ ടീച്ചറിന് സമയം തരുന്നത്. കാണുന്നുണ്ടോ? കാണാത്തോണ്ടല്ലേ ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്. അത് ലൂസ് ആണോ? അല്ല, നല്ല ടൈറ്റ്. ഓക്കെ, ഇത് എത്രയാ? 10. 10 ഒന്നുമല്ല. ഇതോ 2. ഇവന് കാണുന്നുണ്ട് കേട്ടോ. ഇതോ 3. കണ്ടോ? ഇതോ 4. കണ്ടോ? നോർമലി ഒരാൾ സംസാരിക്കുമ്പോഴത്തേക്ക് കിട്ടുന്ന സാധനമാണ് ഞാൻ പറയുന്നത്. ഇതെത്രയാ? 8. ഓക്കെ, ഇവന് ഇതാ ഓക്കെ. കറക്റ്റ് ആയിട്ട് എന്നെ ഗൈഡ് ചെയ്യാ. ഓക്കെ, എന്തെങ്കിലും ഒരു ചൂട് തണുപ്പ് എന്ന സാധനങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ ഓക്കെ. ഇവിടെ സാധനങ്ങൾ എടുത്തിട്ട് പോയത് എവിടെയോ ഉണ്ടോ നമുക്ക് നോക്കണം. ഓക്കെ, എവിടെയോ ഉണ്ടാവും. മഴ വരുവാണെങ്കിൽ എൻ്റെ മൊബൈൽ ഫോൺ അവിടെ ഉണ്ട്. ആദ്യം നമുക്ക് സ്റ്റെപ്പല്ല ഒന്ന് പരിശോധിച്ചു. നമുക്ക് ഓക്കെ, ഞാനൊരു ക്ലൂ തരാം. ആ ഏരിയ തന്നെ ഉണ്ട്. ഈ ഏരിയ തന്നെ ഉണ്ടല്ലേ? അപ്പൊ നമുക്ക് കുറച്ചുകൂടെ കെയർ ചെയ്യേണ്ടിയിരിക്കും. സ്റ്റെപ്പിന്റെ മുകളിലുണ്ടോ? ടിൻചന് സ്റ്റെപ്പിന്റെ മേളിലാണ്. ഓക്കെ, കിടന്നു തപ്പാൻ. നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, ബുദ്ധിപൂർവമാണ് ആശാൻ കളിക്കുന്നത്. ഓക്കെ 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 ഓക്കെ. തട്ടിയായിരുന്നു. എന്ത്? എന്റെ മൊബൈൽ ഫോൺ കിട്ടിയിരിക്കുകയാണ്. അപ്പൊ ഒന്നാമത്തെ പ്രൊഡക്റ്റ് കിട്ടിയിരിക്കുകയാണ്. അതെങ്ങനെ ആശാന് മനസ്സിലായി ഫോൺ അവിടെ ഉണ്ടെന്ന്? ഞാൻ ഈ ക്ലൂ പറഞ്ഞപ്പോഴത്തേന് മാത്രം ഞാൻ ജസ്റ്റ് കണ്ടുപിടിച്ചാണ് കേട്ടോ. ഓക്കെ, ഫോൺ നമ്മൾ ഹൈഡ് ചെയ്യുന്നത് കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഓക്കെ, ഫോൺ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. 5 പ്രോഡക്ട്സ് ബാക്കിയുണ്ട്. ബൈക്ക് നമുക്ക് വെച്ച് നോക്കാം. ബൈക്കിന്റെ മുകളിൽ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടോ എന്നുണ്ടാവും. ബൈക്ക് എത്തിയോ? ബൈക്ക് പുറകെ തന്നെ ഉണ്ട്. ഇവിടെ ബൈക്കിന്റെ സീറ്റയിലൊന്നുമില്ല. നമ്മുടെ ഈ ബൈക്കിൽ നോക്കാം. ബൈക്കിന്റെ സീറ്റയിലൊന്നുമില്ല. ദെൻ നമുക്ക് അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് പുറത്ത് അത് ചെറിയ കുഞ്ഞു മതിന് പോലെ സംഭവം. അതിന് ഇവിടെ എവിടേക്കോ വെച്ചിട്ടുണ്ട്. ജാർഗി വന്ന് പുറകെ ഇപ്പോണ്ട്. ഇവൻ എന്നതാ കാണിക്കുന്നുള്ള രീതിയിൽ സ്പ്രേ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്. സ്പ്രേ ആണോ അത്? അതായത് ഗ്ലാസ് തുടയ്ക്കുന്ന കണ്ടുപിടിച്ചിരിക്കുകയാണ്. അതെ, ഗാർഗി ഓരോന്ന് കണ്ടുപിടിച്ച് കൊടുക്കുന്നുണ്ടോ? എല്ലാം കണ്ടുപിടിച്ചിരുന്നുണ്ട് ഗൈസ്. ഓക്കെ ഓക്കെ, തന്നോളൂ രണ്ടാമത്തെ പ്രൊഡക്റ്റ്. അതെ, നമ്മളെ ക്യാമറയുടെ ബൈക്ക് ഞാൻ കണ്ടുപിടിച്ചിരിക്കുകയാണ് ഗൈസ്. യെസ്, ഇത് എന്തോ കള്ളക്കറി ഉണ്ട്. ഫൗണ്ടേഷൻ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുകയാണ് ഗൈസ്. ഇതല്ലടാ,
ഞാനിത് തപ്പി പിടിക്കുമ്പോഴേക്ക് ടീച്ചർ എല്ലാം കണ്ടുപിടിച്ചല്ലോ. അല്ല ഞാൻ ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നു? ഇതെന്തോ കള്ളൊക്കെ എല്ലാം കണ്ടുപിടിച്ചില്ലേ? ഇല്ല, ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. അതിന്റെ ബാക്കിൽ തന്നെ ഉണ്ടാവും. കണ്ടോ ഇവനെന്തോ ഐഡിയ ഉണ്ട്. 5 മിനിറ്റ് പോലും ആയില്ല, 3 മിനിറ്റ് ആയതുള്ളൂ കേട്ടോ. 3 മിനിറ്റ് കൊണ്ട് 6 പ്രൊഡക്ട്സും കണ്ടുപിടിച്ചിരിക്കുകയാണ് ഗൈസ്. അടിപൊളിയായില്ലേ? സെറ്റ് ആയില്ലേ? ഞാൻ പ്രതീക്ഷിച്ചില്ല ടീച്ചറിന് ഇത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എന്റെ മൈൻഡിൽ ഇവിടെ കൊണ്ടുവെക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവളുടെ കാലച്ച് ഞാൻ ശ്രദ്ധിച്ചു. ഇതുവഴിയാണ് നിന്റെ 6 കാലച്ചയും പോയിരിക്കുന്നതെന്ന്. അങ്ങനെ സുഖമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അത് കണ്ടുപിടിച്ചിട്ടാണ് ഞാൻ ഇത് എവിടേക്ക് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. അങ്ങനെയാണ് ഞാൻ കണ്ടുപിടിച്ചത്. ഇപ്പൊ നീ ആരായി? അപ്പൊ ശശിനെയാണ് ഇനി നമ്മള് കണ്ണ് കെട്ടി വിടാൻ വേണ്ടി പോകുന്നത്. എന്റെ ഊഴാണ് അമ്മൂട്ടിനെ കെട്ടാൻ വേണ്ടി പോവാണ്. എത്രയാ? 2. ഇതെത്രയാ? 4. ഇതെത്രയാ? 5. ഓക്കെ. അപ്പൊ അമ്മൂട്ടി അവിടെ സെറ്റായി നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ പ്രൊഡക്ട്സ് നമുക്ക് ആദ്യം ഹൈഡ് ചെയ്യാം. ഒന്നാമത്തെ നമുക്ക് സ്പീക്കർ ഹൈഡ് ചെയ്യാം. ഇവിടെ നിൽക്കൊണ്ട് ഇല്ലാതെ വേണം കൊണ്ടുപോകാൻ. അമ്മൂട്ടി, യുവർ ടൈം സ്റ്റാർട്ട് നൗ. യെസ്. അമ്മൂട്ടി കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. അമ്മൂട്ടിക്ക് എന്തോ ഐഡിയ ഉണ്ട്. കാലച്ച കേട്ടതുപോലെ ഉണ്ട്. ഓ മൈ ഗോഡ്, ഇവള് കണ്ടുപിടിച്ചിരിക്കുകയാണ്. സ്പീക്കർ കണ്ടുപിടിച്ചു കേട്ടോ. 1 കണ്ടുപിടിച്ചു. ആ കിട്ടിയാ? കണ്ടുപിടിക്ക്. യെസ്, ഫോണും കണ്ടുപിടിച്ചു. രണ്ടാൾ ഇത്രയും പെട്ടെന്ന് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അവിടുന്ന് തീർന്നു. അവിടത്തേക്ക് തീർന്നു. ഇവിടെയാണ്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. നോക്കട്ടെ. നല്ല കാറ്റുണ്ട് ഗൈസ്. അതാ ചെടിച്ചട്ടിയൊക്കെ പൊക്കി. പപ്പയുടെ ചെടി ഒന്നും വലിച്ചു പറിച്ചേക്കരുത് കേട്ടോ. അവിടെ ഇല്ല. അതെ, ടൈം വേസ്റ്റ് ചെയ്യണ്ട. ചെറിയ ചൂടുണ്ട്. ആ സൈഡൊന്നുമില്ല. അവിടെ തപ്പണ്ട. അവിടെ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യാൻ നിൽക്കണ്ട. ഇല്ല അവിടെ. ഇവിടെ നൈസായിട്ട് ഇതിന്റെ മുകളിൽ കയറി കേട്ടോ. അതിന്റെ മുകളിലൊന്നും ഇല്ല. കാരണം നീ വെച്ച ഭാഗത്തൊന്നും ഞാൻ വെച്ചിട്ടില്ല. അതുകൊണ്ട് നീ അതിനെപ്പറ്റി ചിന്തിക്കണ്ട. യെസ്, ഇവിടെ നിനക്കൊരു ചൂടുണ്ട്. ഇവിടെ നിനക്ക് കണ്ടുപിടിക്കാനായിട്ട് ഒരു സ്ഥലമുണ്ട്. ഇവിടെ ഒരു പ്രൊഡക്റ്റ് നിനക്ക് സുഖമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. നിലത്തൊന്നുമില്ല, എല്ലാം എയറിലാണ്. ബൈക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ നീ കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചോ? ഇവിടെ ഉണ്ടോ? ഇതല്ല ഉണ്ട്. ഇവിടെ ഉണ്ടോ? അവിടെ വെച്ച ഇവിടെ ഉണ്ടായിരുന്നല്ലോ. യെസ്, 4 കണ്ടുപിടിച്ചിരിക്കുകയാണ് ഗൈസ്. 4 കണ്ടുപിടിച്ചു തന്നോളൂ. ഇനി 2 കൂടെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുണ്ട്. 2 കണ്ടുപിടിക്കാനുണ്ട്. എയറിലാണ് അമ്മൂട്ടി ഇനിയുള്ളത്. കാലിലൊന്നും തോണ്ടിട്ട് ഒരു കാര്യമില്ല മോളെ. അവിടെ എത്തി. എല്ലായിടത്തും എത്തി. 3 മിനിറ്റായി. താഴത്തെ ഭാഗത്തൊന്നുമില്ല. ഇനി എയറില്ല. ഇത് വിത്തി. 3 മിനിറ്റ് 12 സെക്കൻഡ് ആയി അമ്മൂട്ടി. അവിടെ ഒന്നും തപ്പി നോക്കിയിട്ട് ഒരു കാര്യമില്ല അമ്മൂട്ടി. നോ രക്ഷ. നിനക്ക് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യാണ്. കം. യെസ്. ഇവിടെ
ബാക്കി 2 എണ്ണം ഉണ്ട്. ഒന്ന് ഗ്ലാസ് ക്ലീനറും ഒന്ന് സ്പ്രേയും. ഈ 2 പ്രോഡക്ട്സ് ആണ് ഇനി നീ കണ്ടുപിടിക്കേണ്ടത്. അവിടെ ഉണ്ടോന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. അവിടെ ഞാൻ സൗണ്ട് പക്ഷെ ഞാൻ നിന്റെ ഓ പോരെ, ഇനി ഒന്നുകൂടെ ബാക്കിയുണ്ട്. 5 മിനിറ്റ് സമയമുണ്ട്. അതാ ഇവിടെ ഒന്നും ഇല്ല. ഇവിടെ വെറുതെ വേസ്റ്റ് ചെയ്യണ്ട, ടൈം വെറുതെ വേസ്റ്റ് ചെയ്യണ്ട. ഓക്കെ, നേരെ നടന്നോ. ഓക്കെ, നിന്റെ ഫോക്കസിൽ കറക്റ്റ് നിന്റെ പ്രൊഡക്ട്സ് അവിടെ ഉണ്ട് കേട്ടോ. ആ പ്രൊഡക്റ്റ് നിന്റെ ഫോക്കസ് ഉള്ള ആ കറക്റ്റ് പൊസിഷനിൽ തന്നെ പ്രൊഡക്റ്റ് അവിടെ ഉണ്ട്. യെസ്, കണ്ടുപിടിച്ചോ? കിട്ടിയാ? യെസ്. അപ്പൊ 4 മിനിറ്റ് ആയി കേട്ടോ അമ്മൂട്ടി എല്ലാം കണ്ടുപിടിച്ചപ്പോഴത്തേന്. ഭയങ്കര തന്നെ ഈ ബുദ്ധിയൊന്നും എനിക്ക് തോന്നിയില്ല. അത് തോന്നണം, അത് തോന്നുന്നതിനാണ് നമ്മുടെ കഴിവിരിക്കുന്നത്. യെസ്, അങ്ങനെ നമ്മുടെ പ്രൊഡക്റ്റ് ഹൈഡിങ് ചലഞ്ച് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. യെസ്, പ്രൊഡക്റ്റ് ഹൈഡിങ് ചലഞ്ച് കഴിഞ്ഞപ്പോ തന്നെ ശരിക്കും 4 മിനിറ്റ് അമ്മൂട്ടി എടുത്തു. 3 മിനിറ്റ് കൊണ്ട് ഞാൻ കണ്ടുപിടിച്ചു. ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവളുടെ കാലച്ച് എവിടെയൊക്കെ പോയിട്ടുണ്ട് എന്ന രീതിയിലാണ് ഞാൻ കണ്ടുപിടിച്ചോണ്ടിരുന്നത് കേട്ടോ. എനിക്ക് ഇങ്ങോട്ട് തിരിഞ്ഞത് മാത്രമേ എനിക്ക് സൗണ്ട് കേട്ടോ. പിന്നെ കുറച്ചൊക്കെ എന്നെ ഗാർഗി ഹെൽപ്പ് ചെയ്തു കേട്ടോ, നല്ല രീതിയിൽ. ഗാർഗി ഇങ്ങനെ പോകുന്ന കാലച്ച് ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടാണ് ഞാൻ ബാക്കിയെല്ലാം കണ്ടുപിടിച്ചത് കേട്ടോ. എനിവേ അമ്മൂട്ടി 4 മിനിറ്റ് കണ്ടുപിടിച്ചു, ഞാൻ 3 മിനിറ്റും. എനിവേ കുഴപ്പമില്ല. ഐ ആം ദ വിന്നർ. അതെ, ഐ ആം ദ വിന്നർ. ഇന്നത്തെ വിന്നർ ഞാനാണ്. എന്താണ്, നമുക്ക് ഭാഗ്യത്തിന് ഇന്ന് മഴയൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് കാര്യമായി അല്ലേ. മഴയൊന്നും കിട്ടാത്തതുകൊണ്ട് നമുക്ക് അധികം ഡൗട്ട് വരാതെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റി. മഴയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പല ചലഞ്ചസും പല വീഡിയോസ് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. മഴ കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ചെയ്യാം. റെയിനി ടൈപ്പ് കമന്റുകൾ പോരട്ടെ. അതെ, റെയിനി ടൈപ്പ് ചലഞ്ച് ഒക്കെ കമന്റ് ചെയ്യുക. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. കൂടെ തന്നെ ഉണ്ടാവുക. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണുന്നവരെ ബൈ.